നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഡോക്ടർ എൻ ജയരാജ് എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട് പൊൻകുന്നത്ത് എംഎൽഎ ഓഫീസിലേക്ക് ബിജെപിയുടെ മാർച്ച്. 2 ദശാബ്ദക്കാലം കൊണ്ട് കാഞ്ഞിരപ്പള്ളിയെ പടുകുഴിയിൽ തള്ളിയെന്ന് ആക്ഷേപം. ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. 3ാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കെ രാധാകൃഷ്ണൻ MP. കോൺഗ്രസിന് രൂക്ഷ വിമർശനം. പാലായിൽ നിഷ ജോസ് കെ മാണി മത്സരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മറുപടി പറഞ്ഞും നിഷേധിച്ചും മടുത്തുവെന്നും ജോസ് കെ മാണി. പൊൻകുന്നത്തിന് ഇനി ഭക്തിയുടെ രാപ്പകലുകൾ. പുതിയകാവിൽ കൊടിയേറി. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ വികസന തകർച്ചയിലേക്ക് നയിച്ച ഡോക്ടർ എൻ ജയരാജ് MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സിവിൽ സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. കഴിഞ്ഞ 2 ദശാബ്ദത്തോളമായി MLA സ്ഥാനത്ത് തുടരുന്ന ഡോക്ടർ എൻ ജയരാജ് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ തകർച്ചയിലെത്തിച്ചെന്ന ആരോപണവുമായി BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജനകീയ മാർച്ചാണ് ഈ കടന്നു വരുന്നത്. തുടർന്ന് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡിന് മുകളിൽ കയറാനും പ്രവർത്തകർ ശ്രമിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണിമല മേജർ കുടിവെള്ള പദ്ധതിക്കായി കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടും കുടിവെള്ളം എത്തിക്കാൻ കഴിയാതെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് MLA ചെയ്തതെന്ന് അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞു. ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള പരിഗണനാ വിഷയങ്ങളാകേണ്ട കുടിവെള്ളം എന്ന് പറയുന്നത് ഇന്നും ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും കിട്ടാക്കനിയാണ് എന്നതാണ് വസ്തുത. ആ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മണിമല പ്രോജക്റ്റ് എന്ന് പറയുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് മണിമല പ്രോജക്റ്റിന്റെ പേരിൽ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. ഇത്രയും 25 കോടിയിലേറെ രൂപ മണിമല പ്രോജക്റ്റിന്റെ പേരിൽ കുഴിച്ചിടുകയും ഈ കാഞ്ഞിരപ്പള്ളിയിലെ മുഴുവൻ നിവാസികൾക്കും കുടിവെള്ളം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഈ MLAയും അതോടൊപ്പം തന്നെ ഈ സർക്കാരും ഈ കാഞ്ഞിരപ്പള്ളിയിലെ 10,000 വരുന്ന ജനതയെ വഞ്ചിച്ചതിന്റെ ചരിത്രമാണ് ഈ 20 വർഷത്തെ ചരിത്രമെന്ന് നമ്മൾ അറിയാം. ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കി കൊടുക്കുന്നതിന് MLAക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ ആശുപത്രികളുടെ മാസപ്പടി വാങ്ങുന്ന കരിങ്കാളിപ്പണിയാണ് MLAയും സർക്കാരും ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ കുടുക്കിയതിലൂടെ ദേവസ്വം മന്ത്രിയെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്നും അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞു. ഈ ജനതക്കെതിരായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഓരോ പ്രവൃത്തിയും ദൈനംദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ശബരിമല വിഷയത്തിൽ അവിടുത്തെ തന്ത്രികൾക്ക് ജാമ്യം ലഭിച്ചു. തന്ത്രികൾക്ക് ജാമ്യം ലഭിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്ത്രിയെ കുടുക്കിയത് പിണറായി വിജയന്റെ ഗൂഢസംഘമാണ്. തന്ത്രി നിരപരാധിയാണ്. തന്ത്രി ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അതിൽ പങ്കാളിയല്ല. ആ തന്ത്രിയെ കുടുക്കിയതിലൂടെ കോട്ടയംകാരനായിട്ടുള്ള മന്ത്രി വാസവനെ രക്ഷിക്കാനുള്ള ഗൂഢപദ്ധതിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഇന്ന് ബോധ്യം വന്നിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് റോയി ചാക്കോ അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്, മണിമല കുടിവെള്ള പദ്ധതി, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പദ്ധതി തുടങ്ങി എല്ലാ പദ്ധതികളിലും എൻ ജയരാജ് പരാജയമായിരുന്നുവെന്ന് നാഷണൽ കൗൺസിൽ അംഗം PC ജോർജ് പറഞ്ഞു. ജയരാജൻ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വിവരക്കേട് കാണിക്കുന്നു? ആ ബൈപ്പാസ് തീർത്തില്ല എന്ന് മാത്രമല്ല, കോൺട്രാക്ട് സാധനം എല്ലാം കൂടെ പോയി കഴിഞ്ഞു. മണിമല കുടിവെള്ള പദ്ധതി എവിടെ പോയി? ജയരാജൻ പറയണ്ടേ? മണിമല കുടിവെള്ള പദ്ധതി എവിടെ? ഇവിടെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ആശുപത്രി ഗതി എന്താ? ആശുപത്രി വെയിറ്റിംഗ് ഷെഡൊക്കെ പൊളിച്ചോണ്ട് പോയി കഴിഞ്ഞു. അവിടെ കാര്യമില്ല, ഡോക്ടർമാരില്ല, നേഴ്സന്മാരില്ല. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു?
സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ബി രാധാകൃഷ്ണ മേനോൻ, നേതാക്കളായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, എൻ ഹരി, വി എൻ മനോജ്, അഖിൽ രവീന്ദ്രൻ, ജി ഹരിലാൽ, വി ആർ രമേശ്, എ ജി ഹരിപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരളത്തിൽ മൂന്നാം തവണയും LDF ഭരണത്തിൽ വരേണ്ടത് ആവശ്യമാണെന്ന് കെ രാധാകൃഷ്ണൻ MP. MG സർവകലാശാല എംപ്ലോയീസ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്റ്റേജ് മാനേജ് ചെയ്യാൻ കഴിയാത്തവർക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് കെ രാധാകൃഷ്ണൻ MP. MG സർവകലാശാല എംപ്ലോയീസ് അസോസിയേഷൻ 41ാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കേരളത്തിൽ മൂന്നാം തവണയും LDF ഭരണത്തിൽ വരേണ്ടത് ആവശ്യമാണെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. സ്റ്റേജ് മാനേജ് ചെയ്യാൻ കഴിയാത്തവർക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ കഴിയുമോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് സെറ്റ് മാറ്റാത്തവർക്ക് മൈൻഡ് സെറ്റ് മാറ്റിയതുകൊണ്ട് കഴിയുമോ? അതുപോലെയാണ് സ്റ്റേജ് മാനേജ് ചെയ്യാൻ കഴിയാത്തവരാണ് നമ്മളെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചു വരുന്നത്. അതിനെയെല്ലാം തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയണം. ഈ കേരളം ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെയെല്ലാം തന്നെ നമുക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തീർച്ചയായിട്ടും കേരളത്തിൽ മൂന്നാം തവണയും ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ കഴിയും. 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് കേരളം നേടിയത്. അവ തുടരേണ്ടത് ആവശ്യമാണ്. അതിദരിദ്രമുക്ത സംസ്ഥാനം എന്ന പദവി നേടിയ രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. LDF വരില്ല എന്ന് പ്രചാരം നടത്തുന്നവരെ തിരിച്ചറിയണമെന്നും MP പറഞ്ഞു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിഷ ജോസ് കെ മാണി പാലായിൽ നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞും നിഷേധിച്ചും മടുത്തുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇനി നിഷേധിക്കാൻ ആരോഗ്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. ഇത്രയും കാലവും രാജ്യസഭ ഇലക്ഷൻ വരുമ്പോൾ നിഷ മത്സരിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിയമസഭ വന്നപ്പോൾ നിയമസഭ മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണ് മത്സരിക്കാൻ പോകുന്നത്. ഇതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിശ്ചയിച്ച് നിഷേധിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. നിങ്ങൾ വല്ലതും മാറ്റി എന്തെങ്കിലും അതായിരിക്കും. ദേവി മന്ത്രസ്തുതികൾ നിറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ഇനിയുള്ള 6 ദിനങ്ങൾ പൊൻകുന്നത്തിന് ഭക്തിയുടെ രാപ്പകലുകൾ. പൊൻകുന്നത്തിന് ഇനി ഭക്തിയുടെ ദിനരാത്രങ്ങൾ. പുതിയകാവിൽ അമ്മയുടെ തിരുവുത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇന്നലെ വൈകിട്ട് വാദ്യമേളങ്ങളുടെയും പഞ്ചാരിമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയായിരുന്നു തൃക്കടി എഴുന്നള്ളിപ്പ്. തുടർന്ന് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. തുടർന്ന് കൊടിമര ചുവട്ടിലെ പൂജകൾക്ക് ശേഷം തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി കുന്നിപ്പള്ളി ഇല്ലം നാരായണൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും തൃക്കൊടിയേറ്റി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ് കണ്ടു തൊഴുതു. ആനിക്കാട് കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളവും അകമ്പടിയായി. ഞായറാഴ്ച വരെ പകൽ എല്ലാ ദിവസവും ഉത്സവബലിയും ദർശനവും നടക്കും. തിങ്കളാഴ്ചയാണ് കുംഭഭരണി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. തന്ത്രി താഴ്മൺ മഠം കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. ഈ മാസം 25-നാണ് പ്രശസ്തമായ 7.5 പൊന്നാന ദർശനവും വലിയ കാണിക്കയും.
ഐതിഹ്യപ്പെരുമയും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളും ഒത്തുചേരുന്ന ശുഭമുഹൂർത്തത്തിലാണ് ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറിയത്. ക്ഷേത്രം തന്ത്രി താഴ്മൺ മഠം കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് തുടക്കമായത്. വരും ദിവസങ്ങളിൽ ഉത്സവ ബലി ദർശനം, ശ്രീബലി, കാഴ്ചശ്രീബലി, വേല, സേവ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ഫെബ്രുവരി 25-നാണ് ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും. അന്ന് വൈകുന്നേരം പത്മശ്രീ ജയറാമും സംഘവും അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ പഞ്ചാരി മേളവും നടി നവ്യ നായരുടെ നൃത്ത പരിപാടിയും ഉത്സവത്തിന് മാറ്റുകൂട്ടും. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾ ഫെബ്രുവരി 27-ന് നടക്കുന്ന ആറാട്ടോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ. കോട്ടയത്ത് KPCCയുടെ സംസ്കാര ഉത്സവിൽ അതിഥിയായി എത്തി. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ. കോട്ടയം നാഗമ്പടത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന KPCCയുടെ സംസ്കാര ഉത്സവ് 2026 എന്ന പരിപാടിയുടെ സമാപനത്തിലാണ് പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. കലാകാരന് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്നും പ്രേംകുമാർ പറഞ്ഞു. ഫാസിസം ഏറ്റവും ഭയപ്പെടുന്നത് എഴുത്തുകാരന്റെ മൂർച്ചയുള്ള വാക്കുകളെയാണെന്നും കലാകാരന്റെ ഏറ്റവും ശക്തമായ ആവിഷ്കാരമാണ് കലയെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് അത്തരം ആവിഷ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ഉന്മൂലനം ചെയ്യാൻ അവർ തയ്യാറാകുന്നതെന്നും പ്രേംകുമാർ പറഞ്ഞു. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLA അധ്യക്ഷനായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജോസഫ് വാഴയ്ക്കൻ, ഫിലിപ്പ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ പ്രേംകുമാർ. നിലവിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഇപ്പോൾ പ്രചരിക്കുന്നത് വാർത്തകൾ മാത്രമാണെന്നും പ്രേംകുമാർ പറഞ്ഞു. അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ചില പരിഗണനകൾ കിട്ടുമെന്നൊക്കെയുള്ള ചില അവര് പറയുന്നു. അല്ലാതെ ഒരു ഞാനതാ പറയും, ഞാനൊന്നും ഇന്ന് ഉള്ള കാര്യം ഞാൻ പറയാം, നാളെ എന്നുള്ളത് എന്റെ നിയന്ത്രണത്തിലല്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം അട്ടിക്കലിന് സമീപം 2-ാം മൈലിൽ സ്കൂൾ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇളംകുളം സെന്റ് മേരീസ് സ്കൂളിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അക്ഷരനഗരി ഒരുങ്ങി. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഈ മാസം 20-ന് തിരിതെളിയും. കോട്ടയം അനശ്വര തിയേറ്ററിലാണ് ചലച്ചിത്രമേള നടക്കുന്നത്. കോട്ടയത്തെ സിനിമാ പ്രേമികൾക്ക് നവ്യാനുഭവം സമ്മാനിക്കുന്ന കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേള ഈ മാസം 20 മുതൽ 26 വരെ അനശ്വര തിയേറ്ററിൽ നടക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെ കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചലച്ചിത്രമേള നടത്തുന്നത്. ക്യാൻ, വെനീസ് അടക്കം വിവിധ ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ ചിത്രങ്ങളോടൊപ്പം ഇന്ത്യൻ സിനിമയുടെ പ്രാദേശിക വൈവിധ്യവും നിറഞ്ഞു നിൽക്കുന്ന മേളയിൽ 35 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. കൂടാതെ കോട്ടയത്തിന്റെ സിനിമാ പൈതൃകം രേഖപ്പെടുത്തുന്ന 7 ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട് എന്നതും ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. 20-ന് വൈകുന്നേരം 4:45-ന് അനശ്വര തിയേറ്ററിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ മേളയ്ക്ക് തിരിതെളിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി 20-ാം തീയതി തുടങ്ങിയാണ് കോട്ടയം അനശ്വര തിയേറ്ററിൽ. വൈകുന്നേരം 4:45-ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ മേളയ്ക്ക് തിരിതെളിക്കും. പ്രശസ്ത സംവിധായകൻ MP സുകുമാരൻ നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. രാവിലെ 9:30-ന് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ S ഹരീഷ് NFDC പാക്കേജ് ഉദ്ഘാടനം ചെയ്യും.
പ്രശസ്ത സംവിധായകൻ MP സുകുമാരൻ നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. രാവിലെ 9:30 എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ S. ഹരീഷ് SFDC പാക്കേജ് ഉദ്ഘാടനം ചെയ്യും. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ജൂറി പ്രൈസ് നേടിയ സൈറാത്താണ് ഉദ്ഘാടന ചിത്രം. മലയാളത്തിൽ കോട്ടയം സിനിമാ പൈതൃകം എന്ന വിഭാഗത്തിൽ 7 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തുന്നത്. EBB ആണ് ഉദ്ഘാടന ചിത്രം. പ്രൈവറ്റ്, ഭൂതലം, നിഴലാം, ശേഷിപ്പുകൾ, ദൈവത്താൻ കുന്ന് എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. നവമലയാള സിനിമാ വിഭാഗത്തിൽ തിയേറ്റർ, ആദി സ്നേഹത്തിന്റെ വിരുന്നുമേശ, ചാവുകല്യാണം എന്നീ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ രക്ഷാധികാരി ജൂബിലി ജോയ് തോമസ്, സംവിധായകൻ ജയരാജ്, സെക്രട്ടറി പ്രദീപ് നായർ, ട്രഷറർ സജി കോട്ടയം, ജനറൽ കൺവീനർ വിനോദ് ഇല്ലംപള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ SVR NSS കോളേജിൽ ബൊട്ടാണിക്കൽ പ്രിന്റിംഗ് കാർഡ് ആൻഡ് ബുക്ക് മാർക്ക് നിർമ്മാണം എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് നടത്തി. വിദ്യാർത്ഥികൾക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അറിവ് നൽകാൻ പരിപാടി ഉപകാരപ്രദമായി. വാഴൂർ SVR NSS കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് വിഭാഗമായ ബോട്ടണി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബൊട്ടാണിക്കൽ പ്രിന്റിംഗ് കാർഡ് ആൻഡ് ബുക്ക് മാർക്ക് നിർമ്മാണം എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ B. ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ലക്ഷ്മി സുരേഷ് ക്ലാസ് നയിച്ചു. ബൊട്ടാണിക്കൽ പ്രിന്റിംഗിന്റെ സാങ്കേതിക വിദ്യകളും കാർഡ്, ബുക്ക് മാർക്ക് നിർമ്മാണത്തിലെ സൃഷ്ടിപരമായ രീതികളും വിശദീകരിച്ചു. ബോട്ടണി വകുപ്പ് മേധാവി ഡോക്ടർ പ്രീത പിള്ള, IQAC കോർഡിനേറ്റർ ബബിൻ B, ഡോക്ടർ ജയകുമാർ K എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാരെന്ന് വ്യക്തമാകുന്നതിന് മുൻപ് തന്നെ ചുവരെഴുത്തിനുള്ള മതിലുകൾ ബുക്ക് ചെയ്യുന്ന തിരക്കിലാണ് രാഷ്ട്രീയ കക്ഷികൾ. ഉടമകളുടെ അനുമതിയോടെ മതിലുകൾ ബുക്ക് ചെയ്തതായി സൂചിപ്പിക്കുന്ന ചുവരെഴുത്തുകൾ തുടങ്ങിക്കഴിഞ്ഞു. ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി ചികിത്സാ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ എക്സ്പോ പാലായിൽ നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഫുഡ് എക്സ്പോ, ഔഷധ സസ്യ പ്രദർശനം, ഹെൽത്തി സ്റ്റാളുകൾ, യോഗ, ഡാൻസ് തുടങ്ങിയവ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡോക്ടർ N. ജയരാജ് MLA രാജി ആവശ്യപ്പെട്ട് പൊൻകുന്നത്ത് MLA ഓഫീസിലേക്ക് BJPയുടെ മാർച്ച്. 2 ദശാബ്ദക്കാലം കൊണ്ട് കാഞ്ഞിരപ്പള്ളിയെ പടുകുഴിയിൽ തള്ളിയെന്ന് ആക്ഷേപം. ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. 3ാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് K. രാധാകൃഷ്ണൻ MP. കോൺഗ്രസിന് രൂക്ഷ വിമർശനം. പാലായിൽ നിഷ ജോസ് കെ മാണി മത്സരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മറുപടി പറഞ്ഞും നിഷേധിച്ചും മടുത്തുവെന്നും ജോസ് കെ മാണി. പൊൻകുന്നത്തിന് ഇനി ഭക്തിയുടെ രാപ്പകലുകൾ. പുതിയ കാവിൽ കൊടിയേറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.